ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാഹി ഋതികയോട് പറയുക, ഞാനൊരു വെറും കൊച്ചു കുട്ടിയാണെന്ന ചേട്ടൻ്റെ വിചാരം. ഭയങ്കര കെയറിങ്ങാ എൻ്റെ കാര്യത്തിൽ. എന്നോട് എത്രമാത്രം സ്നേഹമാണെന്നറിയാവോ ഋതികയ്ക്ക്. രാഖി ഫോണിൽ കൂടി ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് ഋതിക പുഞ്ചിരിച്ചുകൊണ്ട് രാജുവിനെ നോക്കുവാണ്. രാജുവാണെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. രാജു മനസ്സിൽ പറയുക, ഇതൊക്കെ മേഡത്തിൻ്റെ ഓരോ ഒളിയമ്പുകളാണ്. ഏതായാലും പറയുന്നതൊക്കെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാം. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ കിട്ടുന്നതൊക്കെ ഒരു പുണ്യം തന്നെ. എൻ്റെ അമ്മാമ്മ പറയാറുണ്ട്. ഓഹോ, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് എനിക്കിട്ട് താങ്ങിയതാ എങ്ങനെ രാജു മനസ്സിൽ പറയുക. രാഖി, നിങ്ങളുടെ ഹണിമൂണൊക്കെ കഴിഞ്ഞോ എന്നിങ്ങനെ ഋതിക ചോദിക്കുവാണ്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 5-6 മാസം ആയില്ലേ ഋതികെ. ഓരോ മാസവും പകുതി ദിവസവും ഞങ്ങൾ ഓരോരോ ഹണിമൂൺ ട്രിപ്പിലാണ്. ഇനി പോകാനാണെങ്കിൽ ഒരു രാജ്യവും ബാക്കിയില്ല. രാഖി അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ഉടനെ ഋതിക പറയാം, അയ്യോ ഞങ്ങളും അങ്ങനെ തന്നെയാ രാഖി. ഋതിക ഇങ്ങനെ രാഖിയോടെ പറയുന്നത് കേട്ട് വിശ്വസിക്കാനാകാതെ രാജു ഇങ്ങനെ ഞെട്ടിത്തിരിച്ച് പുറകോട്ട് നോക്കുവാണ്. എൻ്റെ ചേട്ടനാണെങ്കിലേ രാഖി എപ്പോഴും ഇങ്ങനെ ഹണിമൂൺ ട്രിപ്പിന് പോകണമെന്നുള്ളൊരൊറ്റ വിചാരമേ ഉള്ളൂ. എൻ്റെ ചേട്ടൻ ഇതിന് പറയുന്നത് എന്താണെന്നറിയാം, മധുവിധുവെന്ന. അപ്പോൾ രാധിക ചോദിക്കുക, നിങ്ങൾ എവിടൊക്കെ പോയി ഋതികെ? അത് കേട്ടിട്ട് ഋതിക പെട്ടെന്ന് പറയുക, ഞങ്ങൾ എല്ലായിടത്തും പോയി, ഇനി പോകാനൊരൊറ്റ സ്ഥലവും ബാക്കിയില്ല. രാഖിക്കറിയാവോ, കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ഞങ്ങൾ കാശ്മീരിലോട്ടാണ് പോയത്. രാജു സാറിന് നിന്നെ ജീവന അല്ലേ ഋതികെ? കൊള്ളാം, പറയാനുണ്ടോ രാഖി? എന്നെ ജീവന. എൻ്റെ ഒരു കപ്പ് സിറപ്പാക്കി കൊടുത്താലുണ്ടല്ലോ പുള്ളിക്കാരനൊരൊറ്റ വലിക്ക് അതങ്ങ് കുടിച്ചു കളയും. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പൊന്നും കഴിഞ്ഞില്ലേ ഋതികെ? ജോർജിയയിൽ പോയി, പിന്നെ ന്യൂസിലാൻഡ്, എത്യോപ്യ, ശ്രീലങ്ക, മലേഷ്യ, പിന്നെ സിംഗപ്പൂർ, തായ്ലാൻഡ്, അങ്ങനെ എല്ലായിടത്തും പോയി. ഇതൊക്കെ പോരാഞ്ഞിട്ടേ ഇന്ന് വൈകിട്ട് ഞങ്ങൾ ജപ്പാനിലോട്ട് പോവുക. ഋതിക ഇങ്ങനെ രാഖിയോട് പറയുന്ന കള്ളത്തരങ്ങളൊക്കെ കേട്ട് രാജു ഇങ്ങനെ കണ്ണും തള്ളിയിരിക്കുക. രാജുവിനെ ഒന്ന് നോക്കിയിട്ട് ഋതിക പറയുന്നു, രാഖി ഇനി ഞാൻ പിന്നെ വിളിക്കാവേ, ശരിയെന്നും പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുവാണ്. ഇത്രയൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ് തന്നെ ഋതികയ്ക്കൊരു പണി കൊടുക്കണമെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് രാജു ഇങ്ങനെ കാറ് വെട്ടിച്ച് ഓടിക്കുവാണ്. ഇത് കണ്ട് ഭയന്നിട്ട് ഋതിക പറയുക, ഇതാണ് ആ ഡ്രൈവർ ഇല്ലാതെ പോയാലുള്ള കുഴപ്പം. ഋതിക എന്നിട്ട് രാജുവിനോട് പറയുന്നു, ഈ കാറൊന്ന് പതുക്കെ ഓടിക്കാവോ? രാജു പറയും, അയ്യോ ഇത് കാറല്ലല്ലോ, ഫ്ലൈറ്റാ. ഇന്ന് വൈകിട്ടേ ജപ്പാനിൽ പോകാനുള്ള ഫ്ലൈറ്റാ. ഇപ്പോഴാണെങ്കിൽ ഈ ഫ്ലൈറ്റ് ഹിമാലയത്തിൻ്റെ മുകളിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുക. ഞാനാണ് ഈ ഫ്ലൈറ്റിൻ്റെ പൈലറ്റ്. പൈലറ്റിനെ വട്ടളകിയാലേ എന്തും സംഭവിക്കും. അങ്ങനെ രാജു വളരെ വേഗത്തിൽ ഇങ്ങനെ വണ്ടി ഓടിക്കുവാണ്. രാജു ഇങ്ങനെ കാറ് സ്പീഡിൽ ഓടിക്കുന്ന കണ്ടിട്ട് ഭയന്നിട്ട് ഋതിക പറയാം, രാജു വണ്ടി ഒന്ന് പതുക്കെ ഓടിക്ക്. ഋതിക അങ്ങനെ പറഞ്ഞത് കേട്ട് രാജു പറയാം, ഞാൻ പറഞ്ഞല്ലോ മാഡം, ഇത് ഫ്ലൈറ്റ് അല്ല, സൂര്യമംഗലം എയർ ജെറ്റാ. ചിലപ്പോഴിങ്ങനെ പോയാലേ മലയിലോ കടലിലോ എവിടെങ്കിലും ചെന്ന് ഇടിക്കും. ഋതികയ്ക്കാണെങ്കിൽ ശരിക്കും പേടിയാകുന്നുണ്ട്. രാജു എനിക്ക് പേടിയാകുന്നുണ്ട്. പേടിയാകുന്നെങ്കിലേ മേഡം കണ്ണടച്ചിരുന്നോ, ഞാൻ ഇപ്പം തന്നെ ജപ്പാനിലെത്തിക്കാം. രാജുവിനോടാണ് ഞാൻ പറയുന്നത് പതുക്കെ പോകാൻ. അപ്പോൾ രാജു മനസ്സിൽ പറയാം, അഹങ്കാരം ഞാൻ ഇപ്പം തീർത്തു തരാം. ഋതിക പേടിച്ച് വിറച്ച് നെഞ്ചത്തിങ്ങനെ കൈവച്ചിട്ട് പറയാ, ഈശ്വര രാജു പ്ലീസ് ഒന്ന് പതുക്കെ പോ രാജു. രാജു പറയുക, പേടിക്കണ്ട, ദാണ്ട ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ സമയമായി. ഈ സമയം സാന്ദ്രയാണെങ്കിൽ ദീപക്ക് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. ദീപക്ക് അടുത്തോട്ട് വന്നിട്ട് റൊമാൻസോടി പറയുക, കാത്തുനിന്ന് മുഷിഞ്ഞല്ലേ. അപ്പം സാന്ദ്ര പറയാ, അല്ലെങ്കിൽ ഈ കാത്തുനിൽപ്പൊരു മുഷിപ്പ് തന്നെയല്ലേ. ഒരു 2 മിനിറ്റ് വൈകിപ്പോയി, സോറി. വരുന്ന വഴിയിലെ ഒരു വള്ളി ചുറ്റി, അതൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. സാന്ദ്രയുടനെ ദീപക്കിനോട് ചോദിക്കുന്നു, എന്തിനാ ഓഫീസിൽ കയറുന്നതിന് മുമ്പ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? അതൊക്കെ പറയാം, നമുക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി സംസാരിച്ചാലോ എന്നിങ്ങനെ ദീപക്ക് പറയുക. അയ്യോ അതൊന്നും വേണ്ട ദീപക് സാർ, അതിനൊന്നും ഇപ്പം തീരെ സമയമില്ല. ദീപക് സാർ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. എന്നാലേ കാര്യം മറ്റൊന്നും അല്ല, എൻ്റെ സാന്ദ്ര എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് കേട്ടിട്ട് സാന്ദ്ര പറയാം, എനിക്ക് മനസ്സിലായില്ല ദീപക് സാർ, ഒന്ന് വ്യക്തമായിട്ട് പറ. അത് സാന്ദ്രയുടെ ബോസില്ലേ, എന്നെ പ്രേമിച്ചിട്ട് ഞാൻ വഴങ്ങാതെ വന്നപ്പോൾ എൻ്റെ ശത്രുവായിട്ട് മാറിയവൾ. ദീപക് ഇങ്ങനെ പറയുമ്പോൾ സാന്ദ്ര മനസ്സിൽ പറയാം, ഈ കാര്യം ഇയാളിങ്ങനെ എപ്പോഴും പറയുമ്പോൾ ഇതൊരു പച്ച നുണയാണെന്നാണ് തോന്നുന്നത്. ഇങ്ങേര് ഋതിക മേഡത്തെ പ്രേമിച്ച് കാണും, മേഡമാണെങ്കിൽ ഇയാളെ ഓടിച്ചും വിട്ട് കാണും. ഉടനെ ദീപക് ചോദിക്കുക, എന്തുവാ സാന്ദ്ര ആലോചിക്കുന്നത്? ഒന്നുമില്ല ദീപക് സാറേ. ദീപക് സാർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അതായത് ഋതികയില്ലേ, അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം നമുക്ക്. അതിനുവേണ്ടി സാന്ദ്ര എന്നോടൊപ്പം നിൽക്കുമോ എന്നാണ് എനിക്കറിയേണ്ടത്. അവളുടെ അഹങ്കാരം ഒന്ന് കുറയ്ക്കണം. ഇനി മേലാൽ തല ഉയർത്തി അവൾ നമ്മളോടൊപ്പം നടക്കരുത്. അത്തരത്തിലുള്ളൊരു ചതിയാണ് കൊടുക്കേണ്ടത്.
ഈ കാര്യത്തിൽ സാന്ദ്ര എന്നെ സഹായിച്ചാൽ സാന്ദ്രയ്ക്കും പ്രയോജനമുണ്ട്. അത് കേട്ടിട്ട് സാന്ദ്ര ചോദിക്കുക, എന്ത് പ്രയോജനം? സാന്ദ്രയ്ക്കറിയാവോ, അവളുടേതായി മാറിയ സ്ഥാപനങ്ങളുടെയൊക്കെ യഥാർത്ഥ അവകാശി ഞാനാ. അതൊക്കെ വൈകാതെ തന്നെ എൻ്റെ കയ്യിൽ വരും. ആ സമ്പത്തിൻ്റെയൊക്കെ സാമാന്യം നല്ലൊരു ഷെയർ ഞാൻ സാന്ദ്രയ്ക്ക് തരും. ഞാൻ തന്നെ ആ ഷെയർ മാത്രം മതി സാന്ദ്രയ്ക്ക് കോടീശ്വരിയാകാൻ. ദീപക് അങ്ങനെ പറഞ്ഞപ്പോൾ സാന്ദ്രയ്ക്ക് മനസ്സിലൊരു സംശയം, ഈ ഓഫർ സ്വീകരിക്കണോ? ദീപക് സാന്ദ്രയോട് പറയാം, യെസ് ഓർ നോ ഇപ്പം തന്നെ പറയണം. അത് കേട്ടിട്ട് സാന്ദ്രയ്ക്ക് ഒരു സംശയം. സാന്ദ്ര ഉടനെ ചോദിക്കുക, ഇത്തരം കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണോ ദീപക് സാർ എന്നോട് അടുപ്പം കാണിച്ചത്? ഏയ് അങ്ങനെയൊന്നും അല്ല സാന്ദ്ര, എനിക്ക് സാന്ദ്രയോടുള്ള സ്നേഹം വളരെ സിൻസിയറാണ്. ഉടനെ സാന്ദ്ര പറയാം, എനിക്ക് മനസ്സിലായി, എല്ലാം വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി. ചതിയും വഞ്ചനയും ഒന്നും ഞാൻ ചെയ്യില്ല. അതുമാത്രമല്ല ദീപക് സാറേ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കാനേ ഞാൻ അത്ര വലിയ വിഡ്ഢിയൊന്നുമല്ല. ഉടനെ ദീപക് പറയാം, അയ്യോ സാന്ദ്ര എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ഇത്തരം കാര്യങ്ങളെ സാന്ദ്ര എന്നെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് രണ്ടുപേർക്കും പ്രയോജനമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാലേ ഇതിനൊന്നും എന്നെ കിട്ടില്ല. അങ്ങനെ ദീപക്കിനോട് പറഞ്ഞിട്ട് സാന്ദ്ര സ്കൂട്ടറിൽ കയറി അങ്ങ് പോവുകയാണ്. സാന്ദ്രയെ അങ്ങനെ പോകുന്ന നോക്കിയിട്ട് ദീപക് മനസ്സിൽ പറയാ, ഇവളെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക. ഇവൾ എൻ്റെ വഴിക്ക് വരാതെ ഇവൾ എവിടെ പോകാന്? ഇവള് വളഞ്ഞില്ലെങ്കിലേ ഇവളെ ഞാൻ അങ്ങ് ഓടിക്കും. പിന്നെ അവളുടെ ഒരു സത്യസന്ധത. അങ്ങനെ രാജുവിനോടൊപ്പം ഓഫീസിൽ വന്ന ഋതിക രാജുവിനോട് പിണക്കം കാണിച്ചുകൊണ്ട് ഓഫീസിലോട്ട് കയറി അങ്ങ് പോവുകയാണ്. പുറത്തു നിൽക്കുന്ന സാന്ദ്രയും മറ്റുള്ള സ്റ്റാഫുകളും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. സാന്ദ്രയപ്പം മനസ്സിൽ പറയുക, ആ ദീപക്കുണ്ടല്ലോ അവനൊരു ചതിയൻ തന്നെ. അവൻ എന്നോട് അടുപ്പം കാണിച്ചത് ഋതിക മേഡത്തെ ചതിക്കാൻ വേണ്ടിയാ. എന്തായാലും അവൻ എന്നോട് ആവശ്യപ്പെട്ട കാര്യം ഞാൻ ഋതിക മേഡത്തിനോട് പറയും. സ്നേഹം നടിച്ച് അവൻ എന്നെ വഞ്ചിച്ച് ഇനി ഋതിക മേഡത്തെ വഞ്ചിക്കാൻ ഇടവരരുത്. എന്തായാലും ഋതിക മേഡത്തിനോട് ഞാൻ പറയും എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് സാന്ദ്ര. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള സ്റ്റാഫുകൾ ഋതികയുടെ കയ്യിൽ നിന്ന് ഫയലും ബാഗും ഒക്കെ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ഈ സമയം രാജു ഋതികയുടെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നു, മാഡം ഞാൻ എൻ്റെ ഓഫീസിലോട്ട് പോവുക, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ എന്നെ വിളിച്ചാൽ മതി. അത് കേട്ടിട്ട് ഋതിക പറയാം, എന്തിനാ, ഫ്ലൈറ്റ് പറപ്പിക്കാനാണോ? ഫ്ലൈറ്റിൻ്റെ സ്പീഡിലാണെങ്കിലും ഒരു കുഴപ്പവും കൂടാതെ മാഡത്തിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ. അങ്ങനെ ഋതികയോട് പറഞ്ഞിട്ട് രാജു അവിടെ നിന്ന് പോവുകയാണ്. ഋതിക പുഞ്ചിരിച്ചുകൊണ്ട് സാന്ദ്രയോട് പറയുന്നു, സാന്ദ്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ അങ്ങ് തീർത്തേക്കാം. സൈൻ ചെയ്യാനുള്ള ഫയലുകളൊക്കെ ആദ്യം തന്നെ ഇങ്ങ് എടുത്തേക്ക്. ശരി മാഡം എന്നിങ്ങനെ സാന്ദ്ര പറയുന്നുണ്ട്. ഋതിക അകത്തോട്ട് പോകുന്ന നേരത്ത് സാന്ദ്ര മനസ്സിൽ പറയുക, ആദ്യം ആ ദീപക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാഡത്തിനോട് പറയാം, അതിനുശേഷം മതി ഫയലുകളൊക്കെ. അവനെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. മാഡത്തിനോട് ഇപ്പം തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. അങ്ങനെ സാന്ദ്ര ഋതികയുടെ ക്യാബിനിലോട്ട് പോവുകയാണ്. സാന്ദ്രയെ കണ്ടിട്ട് ഋതിക ചോദിക്കുന്നു, സാന്ദ്ര സൈൻ ചെയ്യാനുള്ള ഫയലുകളൊക്കെ എവിടെ? അതിങ്ങെടുക്കുക, അതങ്ങ് തീർത്തേക്കാം. അതിനു മുൻപ് മറ്റൊരു കാര്യം പറയാനുണ്ട് മാഡം എന്നിങ്ങനെ സാന്ദ്ര പറയുവാണ്. ഋതിക ചോദിക്കുക, എന്ത് കാര്യം, പറ സാന്ദ്രേ. അത് മാഡം എന്നിങ്ങനെ സാന്ദ്ര പറയുമ്പോഴേക്കും സാന്ദ്രയുടെ ഫോണിലോട്ടൊരു മെസ്സേജ് വരുന്നുണ്ട്. സാന്ദ്ര ആ ഫോണിലോട്ട് നോക്കിയിട്ട് ഭയത്തോടു കൂടി നിൽക്കുവാണ്. ദീപക്കും സാന്ദ്രയും ചേർന്നെടുത്തുള്ള ഫോട്ടോസുകളാണ് അതൊക്കെ. പേടിച്ചു നിൽക്കുന്ന സാന്ദ്രയോട് ഋതിക ചോദിക്കുന്നു, എന്താ സാന്ദ്ര, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? മാഡം ജസ്റ്റ് എ മിനിറ്റ് എന്നും പറഞ്ഞിട്ട് സാന്ദ്ര അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോഴെന്തായിരിക്കും കാര്യമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഋതിക. ഈ സമയം ദീപക് സാന്ദ്രയുടെ ഫോണിലോട്ട് വിളിക്കുവാണ്. സാന്ദ്ര ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ദീപക് പറയുക, സാന്ദ്രയെ സ്നേഹിച്ചാലുണ്ടല്ലോ ഞാനൊരു പാരഡൈസ് തന്നെ നിനക്ക് പ്രസൻറ്റേഷനായിട്ട് തരും. ചതിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തും. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ആ ഋതികയോട് പറഞ്ഞ് എന്നെ ഒറ്റാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിലേ നിൻ്റെ പല ഫോട്ടോസും എൻ്റെ കയ്യിലുണ്ട്. നാളെ മുതൽ ഞാനത് ഇൻ്റർനെറ്റിലേ വൈറലാക്കും എന്നിങ്ങനെ പറയുമ്പോൾ അരുതെന്നിങ്ങനെ സാന്ദ്ര പറയുവാണ്. നീ നാണം കെട്ട് സൂയിസൈഡ് ചെയ്യാതെ സമാധാനത്തോടെ നിനക്ക് ജീവിക്കണമെങ്കിലേ ഞാൻ പറയുന്ന നീ കേൾക്ക്. ഞാൻ പറഞ്ഞതൊന്നും നീ അവളോട് പറഞ്ഞേക്കരുത്. ഇല്ല ഞാൻ പറയില്ല ദീപക് സാർ എന്നിങ്ങനെ സാന്ദ്ര പറയുന്നുണ്ട്. ഗുഡ്, വെരി നൈസ് എന്നും പറഞ്ഞിട്ട് ദീപക് ഫോൺ കട്ട് ചെയ്യുവാണ്. അങ്ങനെ പേടിച്ച് വിറച്ചാകെ ടെൻഷനോട് നിൽക്കുവാണ് സാന്ദ്ര. അപ്പോൾ ഋതിക സാന്ദ്രയുടെ അടുത്തോട്ട് വന്ന് ചോദിക്കുന്നു, എന്താ സാന്ദ്ര? നത്തിങ് മാഡം. എനി ഫാമിലി പ്രോബ്ലം സാന്ദ്ര? ഒന്നുമില്ല മാഡം എന്നിങ്ങനെ സാന്ദ്ര പറയുമ്പോഴും ഋതിക പറയുന്നുണ്ട്, സാന്ദ്രയ്ക്ക് എന്തോ വലിയ ടെൻഷനുണ്ടല്ലോ. സാന്ദ്ര പോയി റെസ്റ്റ് എടുത്തോ. എൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യമാണെങ്കിൽ സാന്ദ്ര എന്നോട് പറയാൻ മടിക്കണ്ട. ശരി മാഡം എന്നിങ്ങനെ പറഞ്ഞിട്ട് സാന്ദ്ര അവിടെ നിന്ന് പോവുകയാണ്. എന്തോ കുഴപ്പമുണ്ടല്ലോ എന്തൊരു സംശയത്തോടെ ഋതിയെ ഇങ്ങനെ ആലോചിച്ചവിടെ നിൽക്കുവാണ്. ഈ സമയം അംബികയാണെങ്കിൽ ഒരു ക്ലബിലോട്ട് വന്നിരിക്കുക. അവിടെ ഇരിക്കുന്ന മറ്റൊരു സ്ത്രീയുമായിട്ട് കൊണ്ട് ചീട്ട് കളിക്കുവാണ്. അംബികയുടെ തൊട്ടരികിൽ തന്നെ നിന്നുകൊണ്ട് ജയൻ മനസ്സിൽ പറയുക,
എല്ലാവരും ചീട്ട് കളിച്ച് 10 കാശുണ്ടാക്കാൻ നോക്കുമ്പോൾ ദാണ്ട എൻ്റെ ഈ മുതലാളിയുള്ള കാശെല്ലാം കൂടെ ദാണ്ട കളിച്ച് കളയുന്നു. കൂടെ ഇന്ന സ്ത്രീയാണ് ജയിക്കുന്നത്. അവൾ പറയുന്നുണ്ട് ദാണ്ട ഞാൻ ജയിച്ചു. അപ്പോൾ അംബിക പറയാം അതും പോയി. ആ സ്ത്രീ അംബികയോട് ചോദിക്കുന്നുണ്ട്, അംബികയ്ക്ക് ഇന്ന് എന്തു പറ്റി? ഇന്ന് മൊത്തം തോൽവിയാണല്ലോ, എന്തോ ഒരു മൂഡ് ഓഫും ഉണ്ടല്ലോ. ജയൻ പെട്ടെന്ന് കുറച്ച് രൂപ എടുത്ത് ആ സ്ത്രീയുടെ മുന്നിലോട്ട് വെച്ചു കൊടുത്തിട്ട് അംബികയെ നോക്കി മനസ്സിൽ പറയാ, ഇവരാണ് മുടിയനായ പുത്രി. നാട്ടുകാരുടെ മുന്നിൽ ജാട കാണിക്കാൻ ഇവളുമാരുടെ ഒരു ക്ലബ്ബ്. അംബികയുടെ കൂടെ ഇരിക്കുന്ന ആ സ്ത്രീ ജയനെ നോക്കിയിട്ട് ചോദിക്കുക, ഇയാൾ എന്തിനാടോ വായും പൊളിച്ചിങ്ങനെ നിൽക്കുന്നത്? അങ്ങോട്ട് മാറി നിൽക്കടോ. ജനുവരി 16-നാണ് പ്രധാന ഉത്സവം. അന്ന് എല്ലാവരും വീട്ടിലേക്ക് വരണം. ഞങ്ങൾ നടക്കി വെക്കുന്ന ഉത്സവമാണ്. അപ്പോൾ അംബിക പറയാം, മലപ്പുറത്തുകാവ് ദേവിയുടെ അനുഗ്രഹം മൊത്തവും പുഷ്പകലയും കൃഷ്ണൻകുട്ടിയും കൊണ്ട് അടിച്ചെടുക്കുവാണല്ലോ. ഇതും തോറ്റ്. പണം എടുത്തു വെച്ചിട്ട് ജയൻ മനസ്സിൽ പറയുന്നു, ചീട്ട് കളിച്ച് ഈ പെണ്ണുമ്പുള്ള ആ കുടുംബം കുളം തോണ്ടുവെന്നാ തോന്നുന്നത്. പണ്ട് പാഞ്ചാലിയെ പണയം വെച്ചതുപോലെ ഇവരിനി എന്നെയെങ്ങാനും പണയം വെക്കുവോ? പുഷ്പകല എന്നിട്ട് ചോദിക്കുക, എന്താ ഇയാളുടെ പേര് മറന്നുപോയല്ലോ. ജയൻ പറയാ, ജയചന്ദ്രൻ എംബ്രാൻ. ഓംബ്രാനോ എന്നിങ്ങനെ പുഷ്പകല ചോദിക്കുമ്പോൾ കോംബ്രാൻ അല്ല എംബ്രാൻ എന്നിങ്ങനെ ജയൻ പറയുന്നുണ്ട്. ഓ തിരുമേനിയാണല്ലേ എന്നിങ്ങനെ പുഷ്പകല ചോദിക്കുമ്പോൾ ജയൻ പറയാ, അതൊന്നുമല്ല, ലേശം കുടവേറുള്ള ഒരു മേനിയ. അംബിക ഉടനെ പറയുക, ഞാനൊരു കാര്യം വിട്ടുപോയി. ഈ വർഷത്തെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും പരിപാടിയെപ്പറ്റി നമുക്ക് ആലോചിക്കണ്ടേ? അതിനല്ലേ ഞായറാഴ്ച സ്പെഷ്യൽ കമ്മിറ്റി വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ പുഷ്പകല പറയുക. ഇത്തവണ എംബ്രാനെ നമുക്ക് ക്രിസ്മസ് പാപ്പയാക്കിയാലോ? അത് കേട്ടിട്ട് ജയൻ പറയാ, നിലവിലെ ഞാനൊരു കൊച്ചിന്റെ ബാപ്പയാ, അതുകൊണ്ട് എനിക്ക് അത്രയും മതി. ബാക്കിയുള്ളവരുടെ ഒന്നും ബാപ്പയാകാൻ എന്നെ കിട്ടില്ല. പുഷ്പകല പറയാ, ഈ കളിയിൽ ഞാൻ തന്നെ ജയിച്ചു. നാശം പിടിക്കാൻ എനിക്കിന്ന് എന്ത് പറ്റി എന്നിങ്ങനെ അംബിക പറയുക. എനിക്കിന്ന് മനസ്സൊട്ടും ശരിയല്ല, എന്തായാലും ഞാൻ ഇന്ന് കളി നിർത്തി എന്നും പറഞ്ഞ് അംബിക അവിടെ നിന്ന് പോകുമ്പോൾ ജയൻ പറയാ, എന്തിന് കൊള്ളാം ഇവരെ. അവിടെ നിൽക്കുന്ന മറ്റൊരു സ്ത്രീ പറയുക, എന്താ അംബിക വർമ്മയും പുഷ്പകല കൃഷ്ണൻകുട്ടിയും ചേർന്നൊരു രഹസ്യയോഗം? അംബികയ്ക്കിന്ന് വൻ പരാജയമാണല്ലോ. ആ ഡിസ്കഷൻ ആയിരിക്കും അവർ പറയുന്നത്. ആ പുഷ്പകലയുണ്ടല്ലോ, അവളുടെ ഹസ്ബൻഡിനെ അവൾ എടുത്തിട്ടിടിച്ച ഇടി, പാവം അയാളുടെ നിലവിളി ഒരു 10 കിലോമീറ്റർ അകലെ വരെ കേൾക്കാമായിരുന്നു. അത് കേട്ടിട്ട് ജയൻ മനസ്സിൽ പറയാം, ഇത് വെറും വുമൻസ് ക്ലബ്ബൊന്നും അല്ല, പരദൂഷണ വുമൻസ് ക്ലബ്ബാ. പുഷ്പകല അംബികയോട് ചോദിക്കുക, എന്താ അംബിക പറ, എന്താ ഒരു മൂടൗട്ട്? എല്ലാ കളിയിലും അംബിക തോറ്റല്ലോ. അപ്പൊ അംബിക ഓർക്കുവാണ് ഋതിക ഓഫീസിൽ വന്നപ്പോൾ ആക്ഷേപിച്ച കാര്യമൊക്കെ. അംബിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുഷ്പകല വീണ്ടും ചോദിക്കുക, എന്താ അംബിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? എന്താ അംബികയുടെ ടെൻഷൻ? അംബിക എന്നോട് പറ. അപ്പോൾ അംബിക പറയുക, എൻ്റെ മനസ്സ് മുഴുവൻ അവളാ പുഷ്പകലെ, എൻ്റെ ശത്രു. ആരാ അംബിക? ആ ഋതികയാണോ? യെസ് എന്നിങ്ങനെ അംബികയും പറയുന്നുണ്ട്. ഒരു നരുന്ത് പെണ്ണിനെയാണോ എൻ്റെ അംബിക ഇത്രയും പേടിക്കുന്നത്? കഷ്ടം തന്നെ. അവളിപ്പോ അങ്ങനെയൊന്നും അല്ല പുഷ്പകലെ. ഇതെല്ലാം കേട്ടുകൊണ്ട് ജയൻ കുറച്ച് മാറി നിന്ന് മനസ്സിൽ പറയുക, പുഷ്പകല കൃഷ്ണൻകുട്ടി ഇവർക്ക് ചേരുന്ന കമ്പനിയാ ഈനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. അപ്പോഴവിടേക്ക് വന്ന ഒരു സ്ത്രീ ജയനോട് ചോദിക്കുക, ഇയാളെന്താടോ ഇങ്ങനെ നോക്കി നിന്ന് ചിരിക്കുന്നത്? അയ്യോ, എൻ്റെ അമ്മച്ചി ഊളംപാറ തൊട്ടടുത്തല്ലേ, അതുകൊണ്ടങ്ങ് ചിരിച്ചു പോയതാ. അംബിക പുഷ്പകലയോട് പറയുക, അവളിപ്പോൾ എനിക്കൊരു വലിയ വെല്ലുവിളിയായിട്ട് മാറുക. മനസ്സ് മുഴുവൻ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതുകൊണ്ടാണ് ഞാൻ ഈ ഗെയിമിലൊക്കെ തുടരെ തോൽക്കുന്നത്. അത് കേട്ടിട്ടാ പുഷ്പകല പറയാ, എൻ്റെ അംബികയെ പോലെ ഇത്രയും ബുദ്ധിയും ശക്തിയുള്ള ഒരു സ്ത്രീ, അംബികയ്ക്കാണ് ഇത്തിരി പോന്ന ഒരു പെണ്ണിനെ ഒതുക്കാനും തീർക്കാനും പറ്റാത്തത്. ഞാൻ പല പ്ലാനുകളും ഒരുക്കി നോക്കി എൻ്റെ പുഷ്പകലെ, പക്ഷെ ഒരു പ്ലാനും അങ്ങോട്ട് വർക്കൗട്ടായില്ല. വർക്കൗട്ടാകും അംബികയെ, ഒരു പ്ലാൻ സക്സസ് ആയില്ലെന്നും പറഞ്ഞ് നിരാശപ്പെടരുത് അംബികയെ. വലിയ ബുദ്ധിരാക്ഷസനാണെന്നും പറഞ്ഞ് നടന്ന പ്രതാപവർമ്മയും പത്മാവതിയെയും തമ്മിൽ തല്ലിച്ച് പിരിച്ചതല്ലേ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അംബികയെ പത്മാവതി ഇപ്പോഴും കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുക. അംബിക പറയുക, അത് വിജയിച്ചതുപോലെ ഇതങ്ങോട്ട് പറ്റുന്നില്ല പുഷ്പകലെ. അവളോടുള്ള എല്ലാ ഫൈറ്റുകളിലും ഞാൻ നിരന്തരം തോറ്റുപോവുക. അത് കേട്ടിട്ട് പുഷ്പകല പറയാ, അംബിക തോൽക്കരുത്, അംബികയെ ഞാൻ സഹായിക്കാം. ഒരു മറതയായിട്ടിരുന്ന എൻ്റെ അമ്മായിയമ്മയും 3 നാത്തൂന്മാരെയും ഈ നാട്ടിൽ നിന്ന് തന്നെ പറപ്പിച്ചവളായി പുഷ്പകല. ആ രാജുവിൻ്റെയും ഋതികയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അവർ രണ്ടുപേരും തമ്മിൽ കണ്ടാൽ പൊട്ടിത്തെറിക്കുന്ന മാതിരിയുള്ള പാരകൾ ഉണ്ടാക്കണം. അവസാനം അത് ഡിവോഴ്സിലെത്തിക്കണം. നിരാശമൂത്ത് ഋതിക സൂയിസൈഡ് ചെയ്യുന്ന കാര്യത്തിലോട്ട് കാര്യങ്ങളൊക്കെ എത്തിക്കണം. ഇതിനൊക്കെ അംബിക മാത്രം വിചാരിച്ചാൽ മതി. അംബിക ഇതിനൊക്കെ ഒന്ന് ഒരുമ്പിട്ടിറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു പുഷ്പകല, എനിക്ക് കോൺഫിഡൻസ് തന്നതിന്. ഞാൻ ഇനി രണ്ടും കൽപ്പിച്ചിറങ്ങുക എന്നിങ്ങനെ അംബിക പറയുക. ഈ സമയം രാധമ്മയാണെങ്കിൽ രാജുവും ഋതികയും വരുന്നതെന്ന് നോക്കി ഇങ്ങനെ കാത്തു നിൽക്കുവാണ്.
രണ്ടുപേരും കൂടെ വണ്ടിയിൽ അങ്ങോട്ട് വരുമ്പോൾ സന്തോഷത്തോടെ രാധമ്മ മനസ്സിൽ പറയുക, ഞാൻ പറഞ്ഞതൊക്കെ അവൻ കേട്ടെന്നാ തോന്നുന്നു. രണ്ടുപേരുടെയും പിണക്കമൊക്കെ തീർന്നെന്ന് തോന്നുന്നു. അങ്ങനെ ഋതിക മുറിയിലോട്ട് കയറി പോകുമ്പോൾ പുറകെ തന്നെ രാജുവും ചെന്നിട്ട് രാജു മനസ്സിൽ പറയുക, ഇന്ന് എന്തായാലും ഈ പിണക്കങ്ങളൊക്കെ ഞാനിന്ന് പറഞ്ഞു തീർക്കും. ഇതൊന്നും അറിയാതെ ഋതികയാണെങ്കിൽ ദേഷ്യത്തോടെ രാജുവിൻ്റെ അടുത്തോട്ട് വരുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവിന് എന്തുവായാലും ഋതികയോട് അവൻ്റെ പ്രണയം പറയും. പക്ഷേ കൊച്ചമ്മണി അതിനുള്ളിൽ എന്തെങ്കിലും പാര പണിയുമോ, എന്തെങ്കിലും ഏടാകൂടെ അവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഏതായാലും രാജു അവൻ്റെ പ്രണയം തുറന്നു പറയുമെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.